ഒരു സമയത്ത് നടിമാരൊക്കെ മേക്കപ്പ് ഇല്ലാതെ അഭിനയിക്കുമ്പോഴോ മേക്കപ്പ് ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഇന്ന് ക്യാരക്ടേഴ്സിന് ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ട് അത് മേക്കപ്പ് ഇല്ലെങ്കിലും ഏത് വേഷമായാലും കൈകാര്യം ചെയ്യാന്നൊരു സ്റ്റേജിലേക്ക് വന്നു. ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഒരു മേക്ക് ഓവർ വേണം, എപ്പോഴും ചെയ്യുന്ന ഒരു പാറ്റേണിൽ നിന്ന് മാറിയിട്ടൊരു മേക്ക് ഓവറിൽ ഒരു സിനിമ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു? ഞാൻ നാച്ചുറലി ഉള്ള പോലെ ഞാൻ ഇതൊരു സിനിമയിൽ അഭിനയിച്ചിട്ടില്ല. എൻ്റെ എല്ലാ സിനിമയിലും എന്നെ ഒന്നെങ്കിൽ ഡൾ അല്ലെങ്കിൽ കുറച്ച് ഡസ്കിയർ ആക്കിയിട്ടുണ്ട്. അത് ആ ക്യാരക്ടറിന് ഡയറക്ടർ വിഷ്വലൈസ് ചെയ്ത രീതിയിൽ. സത്യം പറഞ്ഞാൽ മേക്കപ്പ് അങ്ങനെ ഇടാൻ വലിയ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല, ബിക്കോസ് ഞാൻ പെട്ടെന്ന് വേർക്കുന്ന ഒരാളാണ്. അപ്പം അതിങ്ങനെ ഒലിച്ചു. സോ ഇവരാണെങ്കിൽ സ്കിന്നിൽ ഇരിക്കുന്ന അത്ര ഇഷ്ടമല്ല. സോ ഈ നമ്മളുടെ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ചെയ്യുമ്പം അതെനിക്ക് ഇഷ്ടമാണ്. ലൈക്ക് അതിന് നമ്മളിങ്ങനെ ടച്ച് ചെയ്തുകൊണ്ടിരിക്കണം. അതിന് എന്താ വെച്ചാൽ ലൈക്ക് അത് പാച്ചസ് ഉണ്ടാവരുത്, അതിൻ്റേതായതല്ലാണ്ട് ക്യാരക്ടറിന് എന്താണോ ആവശ്യം അത് ചെയ്യാൻ എനിക്കിഷ്ടമാണ്. പിന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യുമ്പോൾ ആൾക്കാർ കുറച്ചുകൂടി നോട്ടീസ് ചെയ്യാം. ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഇപ്പോൾ ഒരു ക്യാരക്ടർ കിട്ടുകയാണ്. അപ്പം ഇതിലെ ക്യാരക്ടറിനാണെങ്കിൽ ഒരുപാട് ഷെയ്ഡ് ഉണ്ട്. ഇതുവരെ ചെയ്ത സിനിമകളിൽ നോക്കുകയാണെങ്കിൽ ഈ ടൈപ്പ് സിനിമകളല്ല ചെയ്തിട്ടുള്ളത്, കഥാപാത്രങ്ങളല്ല. അപ്പോൾ ഈ ക്യാരക്ടർ വന്ന സമയത്തുള്ളൊരു പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? ഇപ്പോൾ നമ്മളെപ്പോഴും പറയാറുണ്ട് നോർമലി നമ്മളൊരു ആളുകളായിട്ട് ഒബ്സർവ് ചെയ്യും, അവരിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ എടുക്കും. എങ്ങനെയാണ് ചാന്ദ്രി എന്നൊരു നടി എങ്ങനെയാണ് ഒരു കഥാപാത്രം കിട്ടുമ്പോൾ അതിനെ എടുക്കുന്ന രീതി? ഈ സിനിമയ്ക്ക് റെഫറൻസ് ആയിട്ട് ആൾക്ക് റെഫറൻസ് ഉണ്ടായിരുന്നില്ല. ആള് ഒരു പിക്ചറൈസേഷൻ ചെയ്ത രീതിയായിരുന്നു. അപ്പം ലുക്ക് വൈസ് ആളുടെ ഒരു ക്രിയേഷനാണ്. എന്നോട് പറഞ്ഞിരുന്നത് എന്തെന്നാ കുറച്ചും കൂടെ ലൈക്ക് ഈ ക്യാരക്ടറിന് കുറച്ചും കൂടി ഏജ് ഉണ്ടാവണം, സോ കുറച്ചും കൂടി ഒരു ഫിസിക്ക് വേണം. അപ്പം എന്നോട് പറഞ്ഞത് എന്താ ഡെയിലി കുറേ ബിരിയാണി കഴിച്ചോളൂ, ലൈക്ക് വണ്ണം വെച്ചോളൂ, അത് അങ്ങനെ തന്നെ ലൈക്ക് മെലിയൊന്നും ചെയ്യരുത്. അപ്പോൾ അത് ലൈക്ക് ഓക്കെ, അത് കൂട്ടാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറയ്ക്കാനാണ് നമ്മളിപ്പോൾ കഷ്ടപ്പെടുന്നത്. അപ്പം അതിൻ്റെ ഇതിൽ പ്രിപ്പറേഷൻ വൈസ് ഫിസിക്കലി അതായിരുന്നു റിക്വയർമെൻറ്റ്. പിന്നെ ആക്ടിങ് വൈസ് ആള് എനിക്ക് കറക്റ്റ് എന്താ വേണ്ടതെന്ന് ആളുടെ സ്റ്റോറി ലൈനും ഡിസ്ക്രിപ്ഷനും ക്യാരക്ടർ ഡിസ്ക്രിപ്ഷൻ തന്നിരുന്നു. അപ്പം അത് ബേസ് ചെയ്തിട്ട് എൻ്റെ ഒരു രീതിയിൽ അവിടെ പ്രസൻറ്റ് ചെയ്യാണ് ചെയ്തത്. അപ്പം അതിനുള്ള എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ പറയും. പിന്നെ എനിക്കിങ്ങനെ ഭയങ്കര പ്രിപ്പയർ ചെയ്തിട്ട് ഒരു മെക്കാനിക്കലി ചെയ്യാൻ എനിക്ക് വലിയ ഇഷ്ടമായി. ഐ ഫീൽ ലൈക്ക് അപ്പം അത്ര നാച്ചുറലായിട്ട് തോന്നൂലെന്ന്. അപ്പം പിന്നെ ആ ടീം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര പാഷനറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. എല്ലാവർക്കും ഒരു ഡെഡിക്കേഷൻ ഭയങ്കരമായിട്ടുണ്ട്. അപ്പം നമ്മളവിടെ പോകുമ്പോഴും ഇറ്റ് മേക്സ് അസ് ബെറ്റർ. എനിക്ക് തോന്നുന്നു ഈ സിനിമയിലൂടെ എനിക്ക് കുറച്ചും കൂടെ എന്നെ തന്നെ ബെറ്റർ ആക്കാൻ പറ്റിയെന്നാണ്. സോ ഐ തിങ്ക് എല്ലാവരും കൂടെ വരുമ്പോഴുള്ളൊരു അവിടെ നമ്മളങ്ങനെ പെർഫോം ചെയ്യാനായിട്ട് കൂട്ടിയൊക്കെ ഇടണം പെർഫോം ചെയ്യുമ്പോൾ ഓവറാവാനും പാടില്ല, അണ്ടറാവാനും പാടില്ല. പക്ഷെ നമ്മളൊരു ബെസ്റ്റ് ആയിട്ട് അവിടെ ചെയ്യണം എന്നുള്ളൊരു ഫീലിംഗിലാണ് അവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നത്. ഈ കൂടെ അഭിനയിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതലേ ഞെട്ടിച്ച ഓപ്പോസിറ്റ് അഭിനയിച്ച ആരെങ്കിലും ഉണ്ടോ? എനിക്കിതിൽ കോമ്പിനേഷൻ ഏറ്റവും കൂടുതലുള്ളത് സൗബിക്കും ബേസിനായിട്ടും കൂടിയാണ്. ഡയലോഗ്സ് കൂടുതൽ ബേസിനായിട്ടും കൂടിയും സൗബിക്കിൻ്റെ കൂടെ കുറച്ചുകൂടെ നമ്മുടെ വേറെ സീക്വൻസസ് ആണ്. പക്ഷെ നമ്മൾ നേരിട്ട് കോമ്പിനേഷൻ ഐ തിങ്ക് സൗബിക്കിൻ്റെ കുറേ ഇങ്ങനെ ആൾക്ക് ഒരു ഞൊണ്ടലുണ്ട്. ആ ക്യാരക്ടറൈസേഷൻ ആൾക്കും കുറേ ഡിഫറൻസസ് ഉണ്ട് റിയൽ ലൈഫിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര പാവാണെങ്കിൽ അതിൻ്റെ ഒരു ക്യൂട്ട്നെസ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഓഫ് ക്യാമറ ആളെങ്ങനെയാണോ പിന്നെ അത് ഓൺ ക്യാമറ വരുമ്പോഴുള്ളൊരു ഇത് കാണുമ്പം അങ്ങനെ തോന്നിയിട്ടുണ്ട് കുറേ കാര്യങ്ങൾ.